കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇമാജിൻ നമ്മൾ ഒരു സമ്മാനം കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തു, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാം എനിക്കിത് കിട്ടി, എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ ചെന്ന് കൂടി പറയാം. അപ്പോൾ നമ്മുടെ പേരന്റ് പറയുവാണ് അതൊക്കെ ശരി, പഠിക്കാൻ നോക്ക്, നീ ഇതിന് വേണ്ടി സമയം കളയണ്ട. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ ഓക്കെ എനിക്ക് അങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു. ഇറുകപ്പെട്ടു എന്ന് പറയുന്ന മൂവിയിൽ ഒരു സീനുണ്ട്, സാനിയ അയ്യപ്പൻ ചെയ്യുന്ന ഒരു സീനിൽ അതിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ പറയുമ്പോൾ അത് പുച്ഛിച്ച് വിടുന്നു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നീ പൊട്ടിയാണ്, നീ ഹസ്ബൻഡിനായ എനിക്ക് ഒന്നും നല്ല രീതിയിൽ ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെ നീ ഒരു തോൽവിയാണ് എന്ന് പറയുമ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിലയില്ലാതാകുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അപ്പോൾ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു തോന്നലാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പിന്നീട് പലതരത്തിലാണ് ഇത് ഓൾട്ടർ ചെയ്യുന്നത് അവരുടെ ക്യാരക്ടറിനെ. ചിലപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി വലുതാകുമ്പോഴേക്കും ആ ഒരു വാലിഡേഷൻ സീക്കാൻ വേണ്ടി ഭയങ്കരമായിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വളരെ ഇമോഷണലി ഷട്ട് ഡൗൺ ആകും. അപ്പോൾ അവർ അവരുടെ ഒരു സന്തോഷം ഷെയർ ചെയ്യാതെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇമോഷൻസ് ഷെയർ ചെയ്യാതെ വരുമ്പോൾ അവിടെ ഡിസ്കണക്ട് ഉണ്ടാകും. ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ വല്ലാണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ വില കുറച്ച് സംസാരിക്കുന്നു. അങ്ങനത്തെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവരെക്കുറിച്ച് തന്നെ ഭയങ്കര സെൽഫ് ഡൗട്ട് ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും, നമ്മൾ ചലഞ്ചസ് ഒന്നും എടുക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നമ്മൾ തന്നെ വിശ്വാസമില്ലല്ലോ, നമ്മൾ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടമായി പോകും. കാര്യം നമ്മൾ വിചാരിക്കില്ല ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നുള്ള രീതിയായിരിക്കും. അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകും, പ്രൊമോഷൻസിന് വേണ്ടി അവർ ശ്രമിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്സിൽ അവർ നിൽക്കും, കാര്യം എനിക്ക് ഇത്രേ ഡിസേർവ് ചെയ്യുന്നുള്ളൂ, എന്നെ അവർ കുറച്ചൊരു ഹ്യൂമൻ ബീങ് ആയിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ വലിയ കാര്യം.